ഹലോ, GSTR 1 ടേബിൾ 12 ടേബിൾ 13 റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റി GSTN ഒരു അഡ്വൈസറി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇതാണ് GSTR 1 ടേബിൾ 12 ടേബിൾ 13. ടേബിൾ 12 HSN വൈസ് സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ്. അതുപോലെ തന്നെ ടേബിൾ 13 വരുന്നത് ഇൻവോയ്സസ് ഇഷ്യൂഡ് ആണ്. ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്, ഇൻവോയ്സസ്, അതുപോലെ ഡെബിറ്റ് നോട്ട്സ്, ക്രെഡിറ്റ് നോട്ട്സ്, ഇതൊക്കെയാണ് ടേബിൾ 13 വരുന്നത്. ഇത് രണ്ടും മുൻപ് ഓപ്ഷനിലായിരുന്നു, ഇനി ഇതിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു അഡ്വൈസറിയാണ് GSTN ഇഷ്യൂ ചെയ്തിട്ടുള്ളത്. അതിന്റെ ഡീറ്റെയിൽഡ് അഡ്വൈസറി നമുക്ക് കാണാം. ഒന്നാമത്തെ കാര്യം, ടേബിൾ 12 ഡാറ്റ റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ്. ഇപ്പോ HSN കോഡ് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഫേസ് 3 ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. ഫേസ് 2 ടാക്സ് പേഴ്സിന് 5 കോടിയിൽ താഴെ അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ടാക്സ് പേഴ്സിന് 4 ഡിജിറ്റ് HSN കോഡ് നിർബന്ധമായി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ 5 കോടിയിലും കൂടുതൽ അഗ്രിഗേറ്റ് ടേൺ ഓവറുള്ള ടാക്സ് പേഴ്സിന് 6 ഡിജിറ്റ് HSN കോഡ് നിർബന്ധമായി റിപ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇപ്പൊ ഫേസ് 3 മാനുവൽ എൻട്രിക്ക് പകരം ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഒരു ഓപ്ഷൻ വരുന്നത്. ഇതില് B2B സപ്ലൈസ്, GSTR 1 B2B സപ്ലൈസ് ഇവിടെ ടേബിൾ നമ്പർ 4A 4B 6B 6C അതിലെ B2B സപ്ലൈസും ടേബിൾ 7 B2C അതേഴ്സ്, ടേബിൾ 7 B2C അതേഴ്സും, അത് രണ്ടും HSN വൈസ് സമ്മറിയായി ക്രോസ് ചെക്ക് ചെയ്യും. B2B സപ്ലൈസിനും B2C സപ്ലൈസിനും സെപ്പറേറ്റ് HSN കോഡ് കൊടുക്കേണ്ടതാണ്. B2B സപ്ലൈസ് റിപ്പോർട്ട് ചെയ്തതിലെ B2B സപ്ലൈസിലെ HSN കോഡിലെയും വാല്യൂസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ വാർണിംഗ് മെസ്സേജ് കാണിക്കും. ഇപ്പോൾ വാർണിംഗ് മെസ്സേജ് മാത്രമേ കാണിക്കുള്ളൂ. നമുക്ക് GSTR 1 ഫയൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ B2C സപ്ലൈസ് ഇവിടെ ടേബിൾ നമ്പർ 7 റിപ്പോർട്ട് ചെയ്യുന്ന വാല്യൂ, അതുപോലെ തന്നെ HSN വൈസ് സമ്മറി ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ടേബിൾ 12 റിപ്പോർട്ട് ചെയ്യുന്ന വാല്യൂവും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അതും ഡിഫറൻസ് വാർണിംഗ് മെസ്സേജ് കാണിക്കുന്നതാണ്. ഇതാണ് ടേബിൾ നമ്പർ 12 കാര്യം. അതുപോലെ തന്നെ ഒരു പുതിയ ബട്ടൺ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ് HSN കോഡ്സ് ലിസ്റ്റ്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ടാക്സ് പേർക്ക് ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. അതിൽ നിന്നും HSN കോഡുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതനുസരിച്ച് HSN കോഡുകൾ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പ്രോഡക്റ്റ് നെയിം ആസ് ഇൻ മൈ മാസ്റ്റർ, അതും സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ടാക്സ് പേർക്ക് ഡിസ്ക്രിപ്ഷൻ സെർച്ച് ചെയ്യാനും പറ്റുന്നതാണ്. അത് മൈ HSN മാസ്റ്ററിലാണ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ സെർച്ച് ചെയ്തതിനു ശേഷം HSN കോഡും ഡിസ്ക്രിപ്ഷനും യൂണീക്ക് ക്വാണ്ടിറ്റി, അതുപോലെ UQC യൂണീക്ക് ക്വാണ്ടിറ്റി കോഡ്, അതും ക്വാണ്ടിറ്റി എത്രയാണെന്ന് അതൊക്കെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതും GSTN പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ടാക്സ് പേർക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ടേബിൾ നമ്പർ 13, അതായത് ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. മുൻപൊക്കെ എല്ലാവരും ആ ടേബിൾ നമ്പർ 13 പലരും ബ്ലാങ്ക് ആയി വിടുകയായിരുന്നു ചെയ്തിരുന്നത്, ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ്. ഇനി അത് പറ്റില്ല. അത് ഡോക്യുമെന്റ് ഇഷ്യൂഡ് നിർബന്ധമായും GST പോർട്ടലിൽ കൊടുത്തിരിക്കണം. B2B സപ്ലൈസിനും B2C സപ്ലൈസിനും ഒക്കെ ഡോക്യുമെന്റ് ഇഷ്യൂഡ്, ഇൻവോയ്സ് ഇഷ്യൂഡും ഡെബിറ്റ് നോട്ട്സ്, ക്രെഡിറ്റ് നോട്ട്സ് ഒക്കെ കൊടുത്തിരിക്കണം. അല്ലെങ്കിൽ എറർ മെസ്സേജ് കാണിക്കുന്നതാണ്.
GSTR 1 ഫയൽ ചെയ്യാൻ പറ്റുന്നതല്ല. ഈ ചേഞ്ച് മെയ് 2025 റിട്ടേൺ പീരീഡ് മുതലാണ് വരുന്നത്. അതായത് മന്ത്ലി ഫയലേഴ്സിന് ജൂൺ മുതലും ക്വാർട്ടർലി ഫയലേഴ്സിന് ജൂലൈ മുതലുമാണ് ഈ ചേഞ്ച് വരുന്നത്.